കർണാടകയുടെ മേക്കദാട്ടു അണക്കെട്ട് നിർമ്മാണ നീക്കത്തിനെതിരെ കടുത്ത നിലപാടുമായി തമിഴ്നാട്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിയമസഭയിൽ അവതരിപ്പിച്ച ഔദ്യോഗിക പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. പ്രതിപക്ഷമായ DMK ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചു. நமது விவசாயிகளுக்காகவும் நமது மக்களுக்காகவும் நின்றே ஆக வேண்டியது நம் கடமை, நம் உரிமை. எல்லாத்தையும் தாண்டி அதுதான் நம்ம உயிரான உணர்வு. நீராதாரம் தான் நம்மோட மிக முக்கியமான அடிப்படையான வாழ்வாதாரத்தில் ஒன்று. நதி நீர் உரிமையும் நம்முடைய மிக முக்கிய உரிமைகளில் ஒன்று. அதை பாதுகாத்தே ஆக வேண்டிய பொறுப்பு நம் அனைவருக்கும் உள்ளது. அந்த உணர்வோட அடிப்படையில் ஒரு தீர்மானத்தை நமது மாமன்ற உறுப்பினர்கள் அனைவரின் ஒப்புதலுக்காகவும் கொண்டு வர இருக்கிறோம். கட்சி வேறுபாடுகளை ஒதுக்கி வைத்துவிட்டு யாரும் யாரையும் குறை சொல்லாமல் ஒட்டுமொத்த தமிழ்நாட்டிற்காக നാം അനേവരും ഓരണിയിൽ നിൽപ്പവர்கள் என்ப. ഇന്ന് സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ മേക്കദാട്ടു പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക പരിസ്ഥിതി അനുമതികൾ കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും നൽകരുതെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നു. കർണാടക സമർപ്പിച്ച വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് പരിശോധിക്കാൻ പോലും കേന്ദ്ര ജല കമ്മീഷൻ തയ്യാറാകരുത്. ഇതര സംസ്ഥാനങ്ങളുടെ അനുവാദമില്ലാതെ കർണാടകയുടെ ഈ ഏകപക്ഷീയമായ നീക്കം 2007 കാവേരി ജലതർക്ക ട്രിബ്യൂണലിന്റെ അന്തിമ വിധിയുടെയും 2018 സുപ്രീം കോടതി വിധിയുടെയും നഗ്നമായ ലംഘനമായെന്ന് പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നു. മേക്കദാട്ടു തർക്കം പരിഹരിക്കാൻ അന്തർ സംസ്ഥാന നദീജല തർക്ക നിയമപ്രകാരം പ്രത്യേക ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ ഭേദഗതിയും മുഖ്യമന്ത്രി പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി വിജയ് സഭയിൽ ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, News 99.